ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നമുക്ക് വെളിച്ചെണ്ണയോ റീഫൈൻഡ് ഓയിലോ ഏതായാലും എടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചതച്ച് ചേർക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെ ആ പച്ചമണം ഏകദേശം ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർക്കാം. അതിനുശേഷം അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റുകയെന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടണം. അതുവരെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇതിലേക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്, ബോൺലെസ് ചിക്കൻ. അപ്പോൾ ആദ്യം നമ്മളതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പിച്ചെടുക്കുക. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ മിക്സിയിലിട്ടിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, ചിക്കൻ ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകാൻ പാടില്ല. കട്ട്ലറ്റ് കഴിക്കുമ്പോൾ നമുക്ക് ചിക്കൻ്റെ പീസസ് ചെറുതായിട്ട് കടിക്കാനായിട്ട് കിട്ടണം. അങ്ങനെ ആകുമ്പോഴാണ് കട്ട്ലറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ചിക്കനും ആ മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ആദ്യം നമ്മൾ നന്നായി കഴുകിയിട്ട് തൊലിയോട് കൂടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ തൊലി മാറ്റിയിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. എന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം സവാള വഴറ്റുമ്പോഴും അതുപോലെ തന്നെ ചിക്കൻ വേവിക്കുമ്പോഴും ചിക്കനിലും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആ ഉരുളക്കിഴങ്ങിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതുപോലെ തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറി വന്നാൽ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കണം. അപ്പോൾ കുറച്ചായിട്ട് എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക, നല്ല ടൈറ്റായിട്ട് ഉരുട്ടിയെടുക്കുക. അതിന് ശേഷം കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എത്രയാണ് വേണ്ടു. പിന്നെ ഇതിൻ്റെ ഷേപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസും അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ചില സമയത്ത് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ആ ഉരുളക്കിഴങ്ങിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഈ മസാലയിൽ 1-2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഉരുട്ടിയെടുത്താൽ മതി. ഇനി ഇത് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് 2 മുട്ട മുഴുവനായിട്ട് വേണ്ടി വരില്ല. അപ്പോൾ ആദ്യം ഇത് മുട്ടയിൽ നന്നായിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസിൽ നമ്മളിതിങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ ഇടത്തെ കൈ വെച്ചിട്ട് ചെയ്യാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വലത്തെ കയ്യിലുള്ള ആ മുട്ടയുടെ അതൊന്നും ബ്രെഡിൻ്റെ പൊടിയിലാവില്ല. പിന്നെ ഇതിനി നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാം. അതായത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഇതൊന്നും കൂടി കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മളിപ്പോൾ അവിടെ ഒരു പ്രാവശ്യം തന്നെ ചെയ്തെടുക്കണുള്ളൂ. എന്നിട്ട് ബാക്കി വരുന്ന മുഴുവൻ മസാലയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ മസാല വെച്ചിട്ട് ഒരു 10 കട്ട്ലറ്റ് വരെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇനി ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത്. ഇതിൻ്റെ പുറം ഭാഗം ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുപോലെ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചാൽ എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളിലൊന്നും ഇത് ഒരുപാട് സമയം അങ്ങനെ വേവേണ്ട ആവശ്യമില്ല, ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് വറുത്തെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് അധികം എണ്ണയിൽ വറുത്തെടുക്കാം, അതായത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പകുതി ലെവലിലുള്ള എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ ഇനി ബാക്കി വരുന്ന കട്ട്ലറ്റും ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിനി നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന കട്ട്ലറ്റിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻപ് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്